ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൂബീസ് യൂണിക് ടേസ്റ്റ്. ഞങ്ങളാണ് കേട്ടോ റൂബിയും ചേട്ടനും. അപ്പം എല്ലാവർക്കും സുഖമൊക്കെ ആണല്ലോ അല്ലേ? തണുപ്പൊക്കെ തുടങ്ങിയോ എല്ലായിടത്തും? ഞങ്ങളുടെ ഇവിടെ ഭയങ്കര തണുപ്പാണ്. അതിൻ്റേതായ ചെറിയ ചെറിയ സ്വരത്തിന് മാറ്റങ്ങളൊക്കെ ആയി തുടങ്ങി. ഭയങ്കര കോൾഡ് കോഫൊക്കെയാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കുന്ന പുട്ടാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു പുട്ടാണിന്ന്. അത് വെജിറ്റബിൾ പുട്ടാണ് ഇന്നുണ്ടാക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി 2 കപ്പ് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പുട്ടുപൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പുട്ടുപൊടി ഒത്തിരി സോഫ്റ്റ് ആവില്ല, നോർമൽ ഇച്ചിരി തരിതരിപ്പായിട്ടുള്ള പുട്ടുപൊടിയാണ് എപ്പോഴും നല്ലത്. അതിന് വെജിറ്റബിൾ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഉലുവ ഇലയാണ്, മെത്തി ബാജി എന്ന് പറയുന്നത്, അതാണ് എടുത്താക്കുന്നത്. അത് ഒരു ഇച്ചിരി വെള്ളം ഇട്ട് നല്ലതായിട്ട് നമുക്ക് അത് വേവിക്കാൻ വയ്ക്കുക. അത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്കത് അരച്ചു പേസ്റ്റ് പോലെ കൊണ്ടുവരണം. ആ സമയത്ത് നമുക്ക് അത് കഴിഞ്ഞ് തേങ്ങ, നമുക്ക് ഇതിന് പുട്ടിനോട് ആവശ്യമുള്ള തേങ്ങയും കൂടെ ചിരണ്ടി വയ്ക്കുക. പിന്നെ നമുക്ക് പുട്ടുപൊടി നനച്ചെടുക്കാം. അതിനുവേണ്ടി 2 കപ്പ് പുട്ടിലോട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളിവിടെ മിക്സിയിൽ അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ഉലുവ ഇലയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് ഒഴിക്കല്ല, കുറേശ്ശെ ഇട്ട് നല്ലതായിട്ട് പുട്ടിൻ്റെ പൊടിയെ നല്ലതായിട്ട് നനച്ചെടുക്കണം. അതിലിച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് നനച്ചെടുത്ത് പുട്ടുപൊടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഇതായിട്ട് പോകും. അതുകൊണ്ട് കുറച്ച് നനച്ച് എടുത്ത് വെച്ച് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ, കുറഞ്ഞത് ഒരു 10-20 മിനിറ്റെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നല്ലതായിട്ട് പുട്ടുപൊടി നല്ലതായിട്ട് ആയി. അത് സെപ്പറേറ്റായിട്ട് ഓരോ പുട്ടുപൊടികൾ സെപ്പറേറ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കത് നനച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് മൊത്തം അതിന് നമുക്ക് പുട്ട് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നോക്കിക്കേ, കുറേശ്ശെ ഇട്ട് കൈയിട്ട് നല്ലതായിട്ട് ചെറിയ രീതിയിൽ അത് നല്ലതായിട്ട് നനച്ചാണ് എടുക്കുകയാണ് ചെയ്യുന്നത്. പുട്ടിൻ്റെ നമുക്ക് ഇത് തന്നെ പാലക്കിൻ്റെ ചീര ഉണ്ടെങ്കിൽ പാലക്കിൻ്റെ ചീര ഇതുപോലെ വേവിച്ചിട്ട് അതും മിക്സിയിലടിച്ച് നമുക്ക് പാലക്ക് വെജിറ്റബിൾ പുട്ടും നമുക്ക് ഉണ്ടാക്കാം ഇവിടെ. അപ്പോൾ ഇവിടെ നനഞ്ഞ് വന്നിട്ടുണ്ട് പുട്ടിൻ്റെ പൊടി. അത് ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. വേറെ എക്സ്ട്രാ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതിന് കറിയുടെ ആവശ്യവും അധികമൊന്നും വരത്തില്ല. ഇത് കണ്ടോ, പുട്ടിൻ്റെ പൊടി ഇവിടെ നല്ലതായിട്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് അത് നേരെ പുട്ടുണ്ടാക്കുന്നതിലേക്ക് പോകാം. ആ വലിയായിട്ട് കിടക്കുന്ന കഷ്ണമായിട്ട് കിടക്കുന്നതല്ല ഒന്നും കൂടെ കൈ കൊണ്ട് പൊടിച്ച് വയ്ക്കുക. ബാക്കി കണ്ടല്ലോ, പുട്ടുപൊടി നല്ലതായിട്ട് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. ഒരു പച്ച കളറിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കുക്കറിൽ വയ്ക്കുന്ന പുട്ടിൻ്റെ ചട്ടിയാണ്. പുട്ടിൻ്റെ ചില്ല് ഞാനത് ചില്ലകത്തോട്ട് ആദ്യം ഇട്ടിട്ടുണ്ട്. പുട്ടുചട്ടിയിലോട്ട് കുറ്റിയിലോട്ട് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ഒരു സ്പൂണും കൊണ്ട് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് 2 പീസായിട്ടാണ് പുട്ട് വേണമെങ്കിൽ ഇടയ്ക്ക് ഒരു തവണയും കൂടെ നമുക്ക് തേങ്ങ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെയും പുട്ടുപൊടി വാരി നിറയ്ക്കുക. അമക്കി കുത്തി വയ്ക്കല്ല ഒരിക്കലും. അപ്പം നമ്മുടെ സ്റ്റീം വരാൻ വേണ്ടി ടൈം എടുക്കും. അപ്പം മൊത്തം ഞാനങ്ങനെ നിറച്ചിട്ട് മേളിലത്തെ ഇതിൽ നമുക്ക് തേങ്ങ വെച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കുക്കറിൽ നിന്ന് നമ്മൾ നോക്കാം. കുക്കറിൽ ആദ്യം വെള്ളം വെച്ച് അതിന് ആവി വരണം. അത് കഴിഞ്ഞിട്ട് പുട്ട് വയ്ക്കാവുള്ളൂ. നിറയെ വെള്ളം വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് കുക്കറിൽ നിന്ന് കുക്കറിൻ്റെ നോബിൽ കൂടെ സ്റ്റീം വരണം. അത് കഴിഞ്ഞിട്ട് പുട്ട് കുറ്റി നമുക്ക് അതിലോട്ട് ഫിക്സ് ചെയ്ത് അതിൻ്റെ മേളിൽ കൂടെയുള്ള ഹോളിൽ കൂടെ പുട്ടിൻ്റെ സ്റ്റീം വെളിയിൽ കൂടെ വന്നു കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് ഫുൾ ഇതിലിരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് പുട്ടുപൊടി കുത്തിയെടുക്കാം. ഇതാണ് നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള പുട്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യണം. അപ്പോൾ കമൻറ്റ്സ് ലൈക്കൊക്കെ തരണം. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ്